നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിവിയർ ഡെങ്കു ആണെങ്കിൽ അത് വെരി സിവിയർ കണ്ടീഷൻ ആണ്. കുട്ടികളെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അവരുടെ BP ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണം. നോർമൽ സെലൈൻ അല്ലെങ്കിൽ റിംഗർ ലാക്റ്റേറ്റ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. 10 to 20 ml/kg ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ BP അൺറെക്കോർഡബിൾ ആണ്, കുട്ടി ഷോക്കിലാണ് എങ്കിൽ ബോളസ് ആയിട്ട് കൊടുക്കാം ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ഇനി കുട്ടി ഭയങ്കര സിക്കാണ്, അതായത് ഷോക്കിലാണ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്, അങ്ങനെ ഭയങ്കര പത്തറ്റിക് കണ്ടീഷൻ ആണ്, ക്രിട്ടിക്കലി ഇല്ലാണ് എങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് 2 IV lines. One is for the administration of normal saline and one is for infusing 5% dextrose and potassium. സോ കുട്ടിയുടെ പാരാമീറ്റേഴ്സ് ഒന്നും സാറ്റിസ്ഫാക്ടറി അല്ല, കുട്ടി ഭയങ്കര വീക്കാണ്, ക്രിട്ടിക്കലി ഇല്ലാണ് എങ്കിൽ ഒരു IV ലൈനിന് പകരം 2 IV ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നിൽ കൂടെ നമ്മളുടെ യൂഷ്വൽ IV ഫ്ലൂയിഡ് ഇൻഫ്യൂസ് ചെയ്യണം. മറ്റതിൽ കൂടെ കുട്ടി the child should get 5% dextrose with potassium. If there is no improvement in the vital parameters and the hematocrit is rising, colloids are started at the rate of 10 ml/kg and it should be rapidly infused. സോ കുട്ടിയുടെ വൈറ്റൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത ശേഷം അതിലൊന്നും ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുന്നില്ല എങ്കിൽ, ഹിമാറ്റോക്രിറ്റ് കൂടുകയാണ് എങ്കിൽ കൊളോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കൊളോയിഡ്സ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10 ml/kg ആണ്. ആൻഡ് ഇവിടെ റാപ്പിഡ് ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. Alternatively, if the hematocrit is falling without any improvement in vital parameters, blood transfusion should be given. So hematocrit കൂടുന്നതിന് പകരം അത് കുറയുന്നുണ്ട്, പക്ഷെ വൈറ്റൽ പാരാമീറ്റേഴ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ അവിടെ നമ്മൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. Once improvement starts, then the fluid infusion rate is gradually decreased. In addition to fluid management, these children should also get oxygen if the patient is in shock or respiratory distress. So നമ്മൾ സിവിയർ ഡെങ്കുവിൽ ഇതുവരെ പറഞ്ഞത് കുട്ടികൾക്ക് സിവിയർ ഡെങ്കു ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്ത് അവരുടെ BP മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് ഇൻഫ്യൂസ് ചെയ്യണം. NS അല്ലെങ്കിൽ റിംഗർ ലാക്റ്റേറ്റ് ആണ് ഇനീഷ്യലി കൊടുക്കുക. ഒന്നെങ്കിൽ ഒരു ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കാം 10 ml/kg/hour, അല്ലെങ്കിൽ ബോളസ് ഡോസ് ആയിട്ട് കൊടുക്കാം ഇഫ് ദ ചൈൽഡ് ഇസ് വെരി വീക്ക്. കുട്ടി ക്രിട്ടിക്കലി ഇല്ലാണ് എങ്കിൽ 2 IV ലൈൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നിൽ കൂടെ നോർമൽ ഫ്ലൂയിഡ് കൊടുക്കും, രണ്ടാമത്തെ ലൈനിൽ കൂടെ 5% ഡെക്സ്ട്രോസ് ആൻഡ് പൊട്ടാഷ്യം കൊടുക്കും. 1 hourന് ശേഷം നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് ചെക്ക് ചെയ്യും. if there is improvement, അതായത് ഹിമാറ്റോക്രിറ്റ് കുറയാണ് പക്ഷേ കുട്ടിയുടെ വൈറ്റൽ പാരാമീറ്റേഴ്സിൽ ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മാറ്റി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. വൈറ്റൽ പാരാമീറ്റേഴ്സിൽ ഇംപ്രൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ then you can gradually decrease the fluid rate. ഇനിയിപ്പോൾ മറ്റേ കാറ്റഗറി ഓഫ് കുട്ടികൾ, അതായത് കുട്ടിയുടെ വൈറ്റൽ പാരാമീറ്റേഴ്സിൽ ഇംപ്രൂവ്മെൻറ്റ് ഇല്ല, അതുപോലെ തന്നെ ഹിമാറ്റോക്രിറ്റ് കൂടുകയാണ് എങ്കിൽ കൊളോയിഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ കൊളോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 10 ml/kg and it should be rapidly infused. ഫ്ലൂയിഡ് മാനേജ്മെൻറ്റിനൊപ്പം തന്നെ നമ്മൾ ബാക്കി സ്ട്രാറ്റജീസ്, അതായത് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും ഈ കുട്ടികൾക്ക്. So that is about the management of severe dengue. So severe dengue ഒന്നുകൂടെ പറയാം. If the child has any symptoms like severe plasma leakage, shock, respiratory distress, severe bleeding, severe organ involvement, they can be classified as severe dengue. They should be hospitalized and treated with normal saline or ringer lactate.
It is usually started at the rate of 10 to 20 ml per kg, which is infused over 1 hour or given as a bolus dose if the blood pressure is unrecordable. If the child is critically ill, 2 IV lines should be started. One is for the administration of normal saline and the other is for infusing 5% dextrose and potassium. If the child has no improvement in vital parameters and the HCT is still rising, colloids should be started, which is usually started at 10 ml per kg and it is rapidly infused. On the other hand, if the hematocrit is falling without any improvement in vital parameters, you have to start blood transfusion to the child. Once the improvement is shown in vital parameters and HCT, you can gradually reduce the fluid rate. In addition to the fluid management, you will also have to start strategies like oxygen administration. So this is about how you manage a child with severe dengue. Now let's see how to manage bleeding in dengue. So in order to manage bleeding in dengue, always give supportive care. Here you have to maintain good bed rest, maintenance of hydration and proper monitoring of the vital parameters as well as the blood parameters. So supportive care ആണ് യൂഷ്വലി കുട്ടികൾക്ക് പറയുക. ബെഡ് റെസ്റ്റ് കൊടുക്കണം, plenty of fluids കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കണം and you have to monitor the child for development of any complications. ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കുറയ്ക്കാനായിട്ട് never give IM injections. Avoid any procedures predisposing to mucosal trauma like സക്ഷനിങ്. ഇതൊക്കെ മ്യൂക്കോസൽ ട്രോമ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സോ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഓഫ് സിവിയർ ബ്ലീഡിംഗ് ആൻഡ് ഹീമോഡൈനമിക് ഇൻസ്റ്റെബിലിറ്റി, പേഷ്യൻറ്റ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് പ്രോപ്പർ മോണിറ്ററിങ്. സോ കുട്ടികൾക്ക് ആക്റ്റീവായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹീമോഡൈനമിക് പാരാമീറ്റേഴ്സ് മെയിൻറ്റെയിൻഡ് അല്ല എങ്കിൽ blood transfusion കൊടുക്കേണ്ടതായിട്ട് വരും in order to replace the fluid as or the blood that is lost and you have to continuously monitor the child. So നമ്മൾ ഇതുവരെ പറഞ്ഞത് സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കണം, അതായത് ബെഡ് റെസ്റ്റ്, ഹൈഡ്രേഷൻ, പ്രോപ്പർ മോണിറ്ററിങ്. ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കുറയ്ക്കാനായിട്ട് IM ഇഞ്ചെക്ഷൻസ് കൊടുക്കരുത്. അതുപോലെ തന്നെ മ്യൂക്കോസൽ ട്രോമ ഉണ്ടാക്കാവുന്ന പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ചെയ്യരുത്. കുട്ടിക്ക് സിവിയർ ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഹീമോഡൈനാമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് എങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. So that is about how you manage bleeding. Now we'll see how to manage fluid overload, and especially in cases when fluid overload with stable hemodynamic status. So if fluid overload ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് you have to start oral or intravenous furosemide, which is usually started as 0.1 to 0.5 mg per kg per dose once or twice daily. സോ കുട്ടികൾക്ക് ഫുറോസിമൈഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഓറൽ അല്ലെങ്കിൽ IV ആയിട്ട് കൊടുക്കും. യൂഷ്വലി കൊടുക്കുന്ന ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് 0.1 to 0.5 mg per kg per dose. അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആയിട്ട് ഫുറോസിമൈഡ് കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് 0.1 mg per kg per hour ആണ്. സോ ഫുറോസിമൈഡ് കൊടുക്കുമ്പോൾ നമ്മൾക്കറിയാം ദർ വിൽ ബി ഡയൂറിസിസ്, അപ്പോൾ പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്